മുംബൈ ഒരിക്കലും ഉറങ്ങാറില്ലെന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ മുംബൈയുടെ യഥാർത്ഥ ശബ്ദം കേൾക്കണമെങ്കിൽ പുലർച്ചെ മലാഡ് ഫിഷ് മാർക്കറ്റിലേക്ക് വരണം. കടലിന്റെ മണവും കോലി സ്ത്രീകളുടെ ആവേശവും പിന്നെ നൂറുകണക്കിന് മീനുകളും. വെൽക്കം ടു മലാഡ് ഫിഷ് മാർക്കറ്റ് ആൻഡ് യു ആർ വാച്ചിങ് ടെസു ടോക്സ്. മലാഡ് ഫിഷ് മാർക്കറ്റിലെ മീൻ കാഴ്ചകളും ഇവിടത്തെ വിലയൊക്കെ കണ്ട് ഒന്ന് കറങ്ങി വന്നാലോ? മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ഒരു തിരക്കും ബഹളവും പിന്നെ മീൻ ചന്തകളിലെ ആ ഒരു പ്രത്യേക മണവുമാണ് കേട്ടോ നമ്മളെ സ്വീകരിക്കുന്നത്. മാർക്കറ്റിന്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ഉണക്ക മീനുകളുടെ വലിയൊരു സെക്ഷൻ ആണ് കേട്ടോ നമ്മളെ കാത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കുഞ്ഞൻ ഉണക്ക ചെമ്മീനുകളും ബോംബെ സ്പെഷ്യൽ ബോംബെ ഡക്ക് അഥവാ ബോംബിൽ എന്നറിയപ്പെടുന്ന മീനുകളുമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കുഞ്ഞൻ ചെമ്മീനാണ് ഇവിടെ ഉണക്കുന്നത്. ഉണക്കമീനെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് നടന്നു വരുമ്പോൾ അവിടെ കാണുന്നത് പല തരത്തിലുള്ള കുട്ടകളിൽ നിറച്ചു വെച്ചിരിക്കുന്ന മീനും ചെമ്മീനുകളുമാണ്. മലാഡ് മാർക്കറ്റിലെ ഈ തിരക്കിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അവിടുത്തെ ഈ കരുത്തുറ്റ സ്ത്രീകളെയാണ്. മുംബൈയിലെ തദ്ദേശീയരായ കോലി സമുദായത്തിലെ സ്ത്രീകൾ ഇവരാണ് ഈ മാർക്കറ്റിന്റെ യഥാർത്ഥ നിയന്ത്രകര്. അവരുടെ ആ ഒരു ആത്മവിശ്വാസവും വസ്ത്രധാരണ രീതിയും പിന്നെ ആഭരണങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. കയ്യിൽ വലിയ സ്വർണ്ണവളകളും കാതിൽ വലിയ കമ്മലുകളും ഒക്കെ ഇട്ട് പരമ്പരാഗതമായ രീതിയിൽ സാരി ഉടുത്തിരിക്കുന്ന ഇവർ വെറും മീൻ കച്ചവടക്കാർ മാത്രമല്ല കേട്ടോ, മുംബൈയുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. മറാഠി കലർന്ന ഒരു പ്രത്യേക ഹിന്ദിയിലാണ് ഇവർ നമ്മളോട് സംസാരിക്കുന്നത്. കോലിവാഡയിലെ ഈ കരുത്തുറ്റരായ സ്ത്രീകളില്ലാതെ മുംബൈയുടെ ഈ മീൻ ചന്തയ്ക്ക് പൂർണ്ണതയില്ല. ഇനി ഇവിടത്തെ മീൻ വിശേഷത്തിലേക്ക് കടന്നാലോ? വലിയ സ്രാവുകളും മാവോലിയും മുതൽ കുഞ്ഞൻ നത്തോലികൾ വരെ ഇവിടെ നമുക്ക് കിട്ടും. നിരനിരയായി നിരത്തി വെച്ചിരിക്കുന്ന നല്ല ഫ്രഷ് മീനുകളും ഇവിടത്തെ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബോംബെ ഡക്ക് അഥവാ ബോംബിൽ എന്നറിയപ്പെടുന്ന മീനുകളും നമുക്ക് പേര് പോലും അറിയാത്ത അത്രയും വെറൈറ്റിയിലുള്ള പലതരം മീനുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മുംബൈയിലെ സീ ഫുഡ് പ്രേമികള് മലാഡിലേക്ക് ഓടിയെത്തുന്നത് എന്തായാലും വെറുതെ ആവാറില്ല. പുലർച്ചെ 6 മണി മുതൽ 10 മണി വരെയാണ് ഏറ്റവും ഫ്രഷ് മീൻ കിട്ടാനായിട്ട് പറ്റിയ സമയം. ഹോൾസെയിൽ കച്ചവടം നടക്കുന്നതും ഈ സമയത്താണ്. പുലർച്ചെ 7 മണിക്ക് മുന്നേ എത്തുന്നതാണ് എന്തുകൊണ്ടും ഉചിതം. മീൻ മാർക്കറ്റിലെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് ഈ ഐസ് ക്രഷർ മെഷീനുകൾ. കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന മീനുകൾ ചീത്തയാകാതെ സൂക്ഷിക്കാൻ ടൺ കണക്കിന് ഐസാണ് ഇവിടെ ഓരോ ദിവസവും ഉപയോഗിക്കുന്നത്. വലിയ ഐസ് കട്ടകൾ മെഷീനിലേക്ക് ഇട്ട് മഞ്ഞ് പോലെ പൊടിച്ചെടുക്കുന്നു. ഈ ഐസ് പൊടിയാണ് ഓരോ മീൻ കുട്ടയിലും നിറക്കുന്നത്. മീൻ മാത്രമല്ല കേട്ടോ, നല്ല ഫ്രഷ് കക്കയും ഞൗണിക്കയും ഞണ്ടും നമുക്കിവിടെ കിട്ടും. മറാഠിയിൽ ഇവിടുത്തെ മീൻകാരികൾ ഇതിനെ ഷിംപ്ല എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തോടുകളിൽ നിന്നല്ല കേട്ടോ, മറിച്ച് മഡ് ബീച്ചുകളിൽ നിന്നും കണ്ടൽ കാടുകളിൽ നിന്നുമാണ് ഇവയെല്ലാം ശേഖരിക്കുന്നത്. ഇതാണ് മലാഡ് ഫിഷ് മാർക്കറ്റിലെ താരം, സീ ഫുഡ് പ്രേമികളുടെ രാജാവായ ആവോലി. ഇവിടുത്തെ കോളി വിഭാഗക്കാരുടെ പ്രിയപ്പെട്ട മീൻ കൂടിയാണിത്. നല്ല വെട്ടിത്തിളങ്ങുന്ന ആവോലി അഥവാ മുംബൈക്കാരുടെ സ്വന്തം പാംപ്ലെറ്റ്. പോംഫ്രറ്റിന് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡും. മലാഡ് മാർക്കറ്റിൽ ഇതിനെ വലുപ്പമനുസരിച്ച് ഗ്രേഡ് ചെയ്താണ് കേട്ടോ വിൽക്കുന്നത്. ഏതാണ്ട് 2 എണ്ണത്തിന് 1000 രൂപയാണ് കേട്ടോ വില വരുന്നത്. വലിപ്പമനുസരിച്ച് വിലയിലും വ്യത്യാസം വരാം. നമ്മുടെ നാട്ടിലേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മലാഡ് ഫിഷ് മാർക്കറ്റിൽ ഞാൻ കണ്ട പ്രത്യേകത എന്താന്ന് പറയട്ടെ. അത് ഇവിടുത്തെ വാട്ട സിസ്റ്റമാണ്. മാർക്കറ്റിൽ മീൻ കിലോ കണക്കിന് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഓരോ ചെറിയ കൂമ്പാരമായി അഥവാ ഷെയർ ആയിട്ട് വെച്ച് വട്ടക്കണക്കിനാണ് വിൽക്കുന്നത്. ഒരു പങ്കിന് 200 അല്ലെങ്കിൽ 500 രൂപ എന്ന നിലയിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. ഇത് ഇവിടത്തുകാരുടെ ഒരു തനത് ശൈലി കൂടിയാണ്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന പ്രധാന മീനുകൾ ഏതൊക്കെയാണെന്നറിയണ്ടേ? ഇതാണ് സുറുമൈ അഥവാ നമ്മുടെ സ്വന്തം നെമ്മീൻ. ബോംബെയിലെ മീൻ പ്രേമികളുടെ ഒരു പ്രീമിയം ചോയ്സ് ആണിത്. ഇവിടങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ സുറുമൈ താലി വളരെ ഫേമസ് ആണ് കേട്ടോ. പിന്നെയുമുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ ചൂര. ഇനി അയലേനെ ഇവിടെ ബാങ്കട എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. പല തരത്തിലുള്ള ചെറിയ ചെമ്മീൻ മുതൽ ടൈഗർ പ്രോൺസ് വരെ ഇവിടെ ലഭിക്കും. പിന്നെ ശുദ്ധജല മത്സ്യമാണെങ്കിലും മലാഡ് മാർക്കറ്റിൽ തിലാവ്യയ്ക്കും നല്ല ഡിമാൻഡുണ്ട്. മലാഡ് ഫിഷ് മാർക്കറ്റിലേക്ക് എവിടെ നിന്നൊക്കെയാണ് മീനുകൾ എത്തുന്നത് എന്നറിയാൻ താല്പര്യമുണ്ടോ? നൂറ്റാണ്ടുകളായി മലാഡ് വെസ്റ്റിലെ മദ്, അക്സ, മാൾവേ എന്നീ തീരദേശ ഗ്രാമങ്ങളിലെ മീൻപിടുത്തക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു കേന്ദ്രമാണിത്.
ബ്രിട്ടീഷുകാരുടെ കാലത്ത് മലാഡ് ഒരു പ്രധാന കാർഷിക മത്സ്യബന്ധന മേഖലയായിരുന്നു കേട്ടോ. അന്ന് ലോക്കൽ ട്രെയിനുകൾ വരുന്നതിനു മുൻപേ ഈ മാർക്കറ്റ് സജീവമായിരുന്നു. ദൂരസ്ഥലത്തു നിന്ന് പോലും ആളുകൾ വള്ളത്തിലും കാളവണ്ടിയിലൊക്കെ ഇവിടെ മീൻ വാങ്ങാൻ വരുമായിരുന്നു അത്രേ. മലാഡ് മാർക്കറ്റിൽ മീൻ വരുന്നത് വെറും കടലിൽ നിന്ന് മാത്രമല്ല, ഇവിടുത്തെ കണ്ടൽക്കാടുകളിൽ നിന്ന് പിടിക്കുന്ന പ്രത്യേകതരം ഞണ്ടുകളും ചെമ്മീനുകളും ഇവിടെ ലഭിക്കാറുണ്ട്. ഇനി ഒരു രസകരമായ കഥ പറഞ്ഞു തരട്ടെ. ഈ കാണുന്നതാണ് മുംബൈക്കാരുടെ സ്വന്തം ബോംബിൽ അഥവാ ബോംബെ ഡക്ക്. പേരില് ഡക്ക് എന്നുണ്ടെങ്കിലും ഇതൊരു മീനാണ് കേട്ടോ. ബ്രിട്ടീഷ് കാലത്ത് മുംബൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് മീൻ കൊണ്ടുപോയിരുന്ന മെയിൽ ട്രെയിനിന്റെ പേര് ബോംബെ ഡാക്ക് എന്നായിരുന്നു. കാലക്രമേണ ഡാക്ക് എന്നത് ഡക്കായി മാറിയെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. മുംബൈയിലെ പല വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലേക്കും 5 സ്റ്റാർ ഹോട്ടലുകളിലേക്കും മീൻ പോകുന്നത് മലാഡ് മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ. പുലർച്ചെ 4 മണിക്ക് ഇവിടെ വന്നാൽ വൻകിട ഷെഫുമാരും കച്ചവടക്കാരും കൂടി ലേലം വിളിക്കുന്ന കാഴ്ചയും കാണാം. ഈ വ്ളോഗിന്റെ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മീൻ വിൽക്കുന്നത് കോലി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ്. ഇവരുടെ കോളി കൾച്ചറിൽ നാരളി പൂർണിമ എന്നൊരു ആഘോഷമുണ്ട് കേട്ടോ. മഴക്കാലം കഴിഞ്ഞ് കടൽ ശാന്തമാകുമ്പോൾ കടലമ്മയ്ക്ക് തേങ്ങ അർപ്പിച്ച് മീൻ പിടുത്തം പുനരാരംഭിക്കുന്ന ചടങ്ങാണ്. മലാഡ് മാർക്കറ്റിലെ മീൻകാർ ഈ ദിവസം വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. കോലി സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ് കേട്ടോ ഉള്ളത്. പുരുഷന്മാര് കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവരുമ്പോൾ അത് മാർക്കറ്റിലെത്തിച്ച് വില നിശ്ചയിക്കുന്നതും വിൽക്കുന്നതും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഒക്കെ ഈ സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ പോയാൽ ഇവരുടെ ആത്മവിശ്വാസവും ഒച്ചത്തിൽ സംസാരിക്കുന്ന രീതിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടു നിൽക്കാനായിട്ട്. നമ്മുടെ നാട്ടിലേതിനെ അപേക്ഷിച്ച് ഇവിടെ മത്തി എന്ന മത്സ്യം കിട്ടുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വളരെ വിരളമായിട്ട് മാത്രമാണ് മത്തി നമുക്ക് കിട്ടാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ മത്തി കാണുന്ന ഒരു ദിവസം പോലും അത് വാങ്ങാതെ പോകാറില്ല കേട്ടോ. മലാഡ് ഫിഷ് മാർക്കറ്റിലെ മറ്റൊരു പ്രത്യേകത പറയട്ടെ, അത് ഇവിടുത്തെ മസാപ്പ സംസ്കാരമാണ്. മറ്റേത് മാർക്കറ്റിൽ നിന്നും മലാഡിനെ വ്യത്യസ്തമാക്കുന്നത് മീൻ വാങ്ങുന്നവർക്ക് അവിടെ തന്നെ ലഭിക്കുന്ന ക്ലീനിങ് ആൻഡ് കട്ടിംഗ് സൗകര്യമാണ്. മാർക്കറ്റിൻ്റെ ഒരു വശത്ത് മീൻ വൃത്തിയാക്കാനും മുറിക്കാനും മാത്രമായിട്ടിരിക്കുന്ന ഒരു വലിയ സംഘം സ്ത്രീകളെ കാണാം. അവരെയാണ് പലപ്പോഴും മസാപ്പ എന്ന് വിളിക്കുന്നത്. മറാഠിയിൽ മീൻ വൃത്തിയാക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് മസാപ്പ. ഒരു വലിയ സുർമയോ അല്ലെങ്കിൽ 100 കണക്കിന് കുഞ്ഞു ചെമ്മീനുകളോ മിനിറ്റുകൾക്കുള്ളിൽ ഇവർക്ക് വൃത്തിയാക്കാൻ സാധിക്കും. അവരുടെ കൈവേഗത കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം മീൻ എങ്ങനെ മുറിക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് കൃത്യമായ ഷേപ്പിൽ അവർ അത് ചെയ്തു തരും. ഇവർ ഇതിനായി ഉപയോഗിക്കുന്ന കത്തിയും വളരെ സ്പെഷ്യലാണ്. മീൻ മുറിക്കുവാനായി ഏറ്റവും കൂടുതൽ കാണുന്നത് കൊയ്ത്തി എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം കത്തിയാണ്. ഇതിനു മുന്നിൽ ഒരു ചെറിയ കേവ് ഉണ്ടായിരിക്കും. ഏതാണ്ട് ഒരു ചെറിയ കൊടുവാളിൻ്റെയോ അല്ലെങ്കിൽ വെട്ടുകത്തിയുടെയൊക്കെ രൂപമാണ്. സാമാന്യം നല്ല മൂർച്ചയും ഭാരവുമുള്ള ഒരു കത്തിയായതുകൊണ്ട് തന്നെ വലിയ മീനുകളുടെ തല മുറിക്കാനും ചിറകുകൾ ചെത്തിക്കളയാനും ഇത് വളരെ ഫലപ്രദമാണ്. നല്ല ഭാരമുള്ളത് കൊണ്ട് തന്നെ ഒറ്റവെട്ടിന് വലിയ മീനുകളെ മുറിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇവിടെ മീൻ വെട്ടുന്നതിനും ഇവർ വ്യത്യസ്തമായ മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ പേര് കേട്ട ഒന്നാണ് ബൊയ്ത്തി. നിലത്തുറപ്പിച്ചു വെച്ച കത്തിയിൽ മീൻ ഉരസി മുറിക്കുന്ന രീതി. പുതിയ തലമുറയിലുള്ള മീൻവെട്ടുകാർ സ്കെയിലേഴ്സും വഴക്കമുള്ള സ്റ്റീൽ കത്തി ഉപയോഗിച്ച് മീൻ വെട്ടുന്ന കാഴ്ചയും നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലാഡ് ഫിഷ് മാർക്കറ്റിലെ വിശേഷങ്ങൾ. ഇതുപോലെയുള്ള കൂടുതൽ രസകരമായ ഭക്ഷണ വിശേഷങ്ങളും യാത്രകളും കാണാനായിട്ട് കൂടെ മറക്കല്ലേ. അപ്പോൾ മാർക്കറ്റൊക്കെ കണ്ട് ക്ഷീണിച്ച സ്ഥിതിക്ക് ഓരോ മലായി മസ്ക കൂടി കഴിച്ചിട്ട് പോയേക്കല്ലേ വീട്ടിലേക്ക്. മാർക്കറ്റിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ഒരു അടിപൊളി ഫ്രഷ് മലായി മസ്ക കഴിക്കാതെ എങ്ങനെയാണ് മുംബൈ വ്ലോഗ് അവസാനിപ്പിക്കാൻ പറ്റുന്നത്? നേരെ ചെന്ന് ഓരോ ഫ്രഷ് മലായി മസ്കയും നല്ല ചൂട് നഗോരി ചായയും കുടിച്ച് ഇനി വീട്ടിലേക്ക്. അപ്പോൾ ശരി, ബൈ ഫ്രം ടെസു ടോക്സ്.